ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മാമീസ് മമ്മ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉദയപൂരിൻ്റെ ഫസ്റ്റ് പാർട്ട് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വ്ളോഗാണ് കേട്ടോ ഉദയപൂരിൻ്റെ. അപ്പം നമ്മൾ രാവിലെ തന്നെ സെക്കൻഡ് ഡേ ഇറങ്ങിയിട്ടുള്ളത് ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ലേക്കിൻ്റെ പേരാണ് ദൂദ് സാഗർ ലേക്ക്. അവിടെ ചെന്നപ്പോൾ തന്നെ ഹോസ് റൈഡ് പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാമിക്കുട്ടിയായിട്ടും വേഗം ഹോസിൽ കയറി ഇരുന്നിട്ട് ഒരു റൈഡൊക്കെ നടത്തി കേട്ടോ. അപ്പം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഞാനിവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഇത് പറയാൻ ഞാൻ മറന്നുപോയത്, നമ്മുടെ ചാനൽ ആക്ച്വലി 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഒരു ഹെൽപ്പും കാരണമാണ് എനിക്ക് ഈ ഒരു ചാനൽ 1K ആക്കിയെടുക്കാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇതാ ഹോസ് റൈഡൊക്കെ ചെയ്ത് വാമിക്കുട്ടിയും പപ്പയും കൂടെ വരുന്നുണ്ട് കേട്ടോ തിരിച്ചിട്ട്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയേണ്ട, ഹോസിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, ഒരു വിധത്തിലാണ് ഇറക്കിയെടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് എന്താ പറയുക, ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നമ്മുടെ വാക്സ് സ്റ്റാച്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ വാക്സ് സ്റ്റാച്യൂസ് ആണ് കേട്ടോ കൂടുതലായിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഓരോരുത്തരുടെ അടുത്തു നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു വൈബായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം പിന്നെ പറയണ്ടല്ലോ, വാമിക്കുട്ടി അവിടെ നിന്ന് പിന്നെ വരുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്കിതൊക്കെ കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അവളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ. കാരണം അവൾക്ക് കാഴ്ചകൾ കാണാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ മോളല്ലേ, പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഒരു ഈ ഹൊറർ ഹൗസും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിലൊക്കെ നമ്മൾ കയറി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഇല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലാണ് പിന്നെ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതായി കണ്ടില്ലേ, ഈ മിറർ കൊണ്ടാണ് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത് റൂംസ്. അപ്പം എക്സിറ്റ് കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ മിററൊക്കെ തട്ടിപ്പിടിച്ച് എങ്ങനെയെങ്കിലും തപ്പി തടഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ എക്സിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് സിറ്റി ഒക്കെ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സഹേലിയോങ് കി ബാട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഈ സഹേലിയോങ് കി ബാരി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഇത് 17th സെഞ്ച്വറിയിലാണ് ഈ ഒരു ഗാർഡൻ കൺസ്ട്രക്ട് ചെയ്തത്. ഇത് കൺസ്ട്രക്ട് ചെയ്ത രാജാവിൻ്റെ പേരാണ് മഹാറാണ സംഗ്രാം സിംഗ് എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. അപ്പം അദ്ദേഹം ഇത് ആക്ച്വലി തൻ്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഈ ഭാര്യ കല്യാണം കഴിച്ച് വരുമ്പോൾ കൂടെ ഒരു 48 മെയ്ഡ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭാര്യയും മെയ്ഡ്സും ഒക്കെ അവരുടെ ഒരു റിലാക്സേഷൻ ടൈം മൊത്തം ഈ ഒരു ഗാർഡനിലാണ് സ്പെൻഡ് ചെയ്തതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഗാർഡൻ ആക്ച്വലി അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് രാജ്ഞി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പൂളും പിന്നെ ഗാർഡനും, അതായത് ഫ്ലവർ ഗാർഡനും പിന്നെ അതേപോലെ ഒരുപാട് ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ. ഈ ഗൈഡ് പറഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് അവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ഫൗണ്ടെയിൻസ് ഒക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണല്ലോ, അതായത് 17th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതല്ലേ. അതിപ്പോഴും എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളത് ഇതുവരെ ആർക്കും സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കേട്ടോ. അതെനിക്കൊരു അത്ഭുതമായി തന്നെ തോന്നിയേ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പം രാജസ്ഥാൻ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസത്തിൽ കഴിച്ചു. അവിടെ സ്പെഷ്യലായിട്ട് ഫുഡിൻ്റെ പേരാണ് ദാൽ ബാട്ടി എന്ന് പറയുന്നൊരു സംഭവം. പിന്നെ അതേപോലെ മട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. സൂപ്പർ ഫുഡായിരുന്നു. അതും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് കർണി മാത ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. അത് ആക്ച്വലി ഒരുപാട് മുകളിലാണ് കേട്ടോ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടുള്ളത് റോപ്പ് വേ വഴിയാണ്. ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീസ് കൊടുത്തതിന് ശേഷമായിട്ടോ നമ്മൾ ഈ അമ്പലം കാണാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നത്. ആക്ച്വലി നല്ലൊരു സൈറ്റ് സീയിങ് തന്നെയായിരുന്നു മുകളിലെത്തിയപ്പം. കാരണം മുകളിലെത്തി കഴിഞ്ഞപ്പം എന്താ പറയുക, താഴേക്ക് നോക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഹോൾ ഉദയപൂർ ആ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയും ബ്യൂട്ടിയാണ്. ഈ ഒരു കർണിമാത ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി ദൂദ് തലായ് ലേക്ക് എന്ന് പറഞ്ഞ ലേക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി സൈറ്റ് സീയിങ്ങിനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ. ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ വെള്ളവും ആ ലേക്കും പിന്നെ ആ താഴത്തെ ആ വ്യൂ ഒക്കെ എന്ത് രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തി എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ടോ എനിക്ക് അവിടെ ചെന്ന സമയത്ത്. ഈ ഒരു അമ്പലം ആക്ച്വലി ഒരുപാട് പഴക്കമുള്ള ഒരു അമ്പലമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിത് ആക്ച്വലി ഈ ഒരു അമ്പലം അറിയപ്പെടുന്നത് മൗസ് ടെമ്പിൾ എന്ന് കൂടിയിട്ടാണ് കേട്ടോ. അതായത് എലികളുടെ അമ്പലം എന്നും കൂടെ ഇതിന് ഒരു വിശേഷണമുണ്ട്. ഞാനത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഞങ്ങൾ പോയ ടൈം കുറച്ച്
കുറച്ചൊന്ന് മാറിപ്പോയിണ്ടായിരുന്നു. കാരണം നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ വെയിലത്ത് കുറേ നേരം നിന്ന് കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പോയത് ഉദയപൂരിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്കാണ് കേട്ടോ. അതായത് സിറ്റി പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാലസ് ആക്ച്വലി 15th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലസാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പഴക്കമുള്ളൊരു പാലസ്, അതും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ എന്തൊരു ഭംഗിയെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്തത് മഹാറാണ ഉദയ് സിംഗ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ് കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 15th സെഞ്ച്വറിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ചെയ്യിപ്പിച്ചു. കാരണം എല്ലാം പുതുപുത്തൻ പോലെ ഇരിക്കുന്നുണ്ട് മക്കളെ. എന്താ പറയുക, എങ്ങനെ ഇവരിങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. അത്രയും പഴക്കമുള്ള ഒരു സംഭവമാണെന്ന് തോന്നേയില്ല. അതിലത്തെ പെയിൻറ്റിങ്സ്, അവർ യൂസ് ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടും പോകുന്നില്ലെങ്കിൽ എന്തുമാത്രം പ്യുവറായിട്ടാണ് അവരിതൊക്കെ ഉണ്ടാക്കിയത്. ഈ ഒരു ഓർഗാനിക് പെയിൻറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തന്നെയാട്ടോ തോന്നുന്നത്. ഈ കൊട്ടാരം എപ്പോഴും റൺ ചെയ്തത് മേവാർ രാജകുടുംബം തന്നെയാണ് കേട്ടോ. അപ്പം ഈ കൊട്ടാരത്തിലേക്കുള്ള എൻട്രി നല്ലൊരു തുക ഫീ ആയിട്ട് നമ്മൾ കെട്ടിയിട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പാലസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വ്യൂ നമുക്ക് കാണാം. നമ്മുടെ ലേക്ക് പിച്ചോളയാണ് കേട്ടോ മുന്നിൽ തന്നെ കാണുന്നത്. അപ്പം പണ്ടൊക്കെ രാജാവ് ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ലേക്ക് പിച്ചോളയൊക്കെ നോക്കി നിന്നായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ രസമായി തോന്നിയേ. ഈ പാലസിലുള്ള എൻട്രിക്ക് ആക്ച്വലി നല്ലൊരു ഫീ നമ്മൾ കൊടുത്തിട്ടാട്ടോ ഉള്ളിൽ കയറിയത്. അതേപോലെ ഈ പാലസിൻ്റെ ആക്ച്വലി ഇപ്പോഴും മേവാർ രാജകുടുംബം തന്നെയാട്ടോ ഈ ഒരു പാലസ് സംരക്ഷിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു നീറ്റ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് രാജാവിൻ്റെ റൂമാണെന്ന് കേട്ടോ ഗൈഡ് പറഞ്ഞത്. അതേപോലെ ഈ റൂമിലേക്കുള്ള എൻട്രി ഉണ്ടാക്കിയത് നമ്മുടെ ആനക്കൊമ്പ് കൊണ്ടാണെന്ന് കേട്ടോ അയാൾ പറഞ്ഞത്. അതൊക്കെ എനിക്ക് അത്ഭുതമായി തോന്നിയേ. പിന്നെ അതേപോലെ ഈ ഒരു ഊഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഈ ഊഞ്ഞാലിൻ്റെ ആ ഒരു പിടി ഉണ്ടല്ലോ, അത് മൊത്തം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്താലേ കഥ. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ, അതായത് ഈ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ ഞാനും ഭാമിക്കുട്ടിയും കൂടെ. ഇതൊക്കെയല്ലേ ഒരു രസമല്ലേ. ഈ ഷൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ പ്യുവർ ഗോൾഡും സിൽവറൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈഡ് പറഞ്ഞത്. എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ നമ്മൾ പിന്നെ കുറച്ച് നേരം ആ മുകളിലത്തെ വ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴോട്ട് ഇറങ്ങി കേട്ടോ. താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് ഇതൊക്കെ പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളും കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കുറേ വെസൽസൊക്കെയാണ് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവരവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ഹോൾസൊക്കെയാണ് കേട്ടോ, അവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഹോൾസ്, റൂംസ്, അതേപോലെ രാജ്ഞിമാരുടെ റൂം, പിന്നെ ചെറിയൊരു ടെമ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അതൊക്കെ കുറേ നേരം കണ്ടു നിന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഓരോന്നും അറിയാത്ത കാര്യങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ. ഈ ലൈറ്റ്സൊക്കെ നോക്കൂ, ഇതൊക്കെ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണമാവോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങനെ ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ. രാജ്ഞിമാർ രാജാവൊക്കെ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്നൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ പണ്ട് രാജ്ഞി യൂസ് ചെയ്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ശരിക്കുള്ള റിയൽ ഡ്രസ്സൊക്കെ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ കുറേ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സിനൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ്. പിന്നെ അതേപോലെ ഗെയിംസ്, പണ്ട് കാലത്ത് അവർ കളിച്ചിരുന്ന കുറേ ഗെയിംസിൻ്റെ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കിടന്നിരുന്ന റൂം, കിടക്ക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ ഗണപതി സ്വാമീനെ പ്രാർത്ഥിച്ചിരുന്ന ഒരു ഐഡിയൽ, അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കണ്ടത് നമ്മുടെ കല്ലിൽ കൊത്തിത്തീർത്ത ഒരുപാട് ശില്പകലയുടെ ഒരു മ്യൂസിയം പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് അവർ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ. പിന്നെ അതേപോലെ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും, പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരുപാട് ഇൻസ്ട്രുമെൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വാമിക്കുട്ടിക്ക് ഉറങ്ങാത്തതിൻ്റെ, അതായത് ഉച്ചയ്ക്കൊക്കെ അവൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങും കേട്ടോ. അപ്പോൾ ആ ഉറങ്ങാത്തതിൻ്റെ കുറച്ചൊരു ചടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. പിന്നെ കുറച്ച് അവളെ സോപ്പിട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ നിർത്തിയത് കേട്ടോ ലാസ്റ്റിലേക്കൊക്കെ. അതുവരെയൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ആൾ. എന്തായാലും ഈ ഒരു പാലസ് നമ്മൾ വേഗം തന്നെ കണ്ടിറങ്ങി. കാരണം നമുക്ക് ഇനി അടുത്തതായിട്ട് പോകാനുള്ളതൊരു ബോട്ട് റൈഡ് ആണ് കേട്ടോ. ബ്യൂട്ടി ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നമ്മൾ നേരെ വിട്ടത് ജഗ് മന്ദിർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ്
കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഐലൻഡിൽ ഒരു പാലസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആക്ച്വലി ഒരു ബോട്ട് റൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. ആക്ച്വലി നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ അവിടെ വരെ പോയി വരാൻ. ഈ ഒരു ബോട്ട് റൈഡും അവിടുത്തെ ആ ഒരു ഐലൻഡ് വിസിറ്റും എല്ലാം കൂടെ നമുക്ക് ആക്ച്വലി പെർ പേഴ്സൺ നല്ലൊരു എമൗണ്ട് പേ ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ പോകുന്നത്. എന്തായാലും വന്നതല്ലേ, കാണാണ്ട് എങ്ങനെയാണ് പോവുക? അപ്പോൾ പിന്നെ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഈ ഒരു പാലസ് ആക്ച്വലി ലേക്ക് പിച്ചോളയുടെ നടുവിലുള്ള ഒരു ഐലൻഡിൽ പണ്ട് കാലത്ത്, അതായത് ഏകദേശം ഒരു 15th സെഞ്ച്വറിയിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്തത് ഒരു 17th സെഞ്ച്വറിയിലാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു കൺസ്ട്രക്ഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. ആക്ച്വലി നമ്മുടെ ആ ഒരു സമയത്തെ രാജാവായിരുന്ന മഹാറാണ ജഗത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ് കൺസ്ട്രക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ജഗ് മന്ദിർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഒരു പാലസ് ആക്ച്വലി എന്തിനാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ നല്ല ചൂടായിരിക്കുമല്ലോ, ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, അതായത് രാജകുടുംബത്തിൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് അവരുണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. അതേപോലെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ രാജകുടുംബം കുറേ പാർട്ടീസൊക്കെ പണ്ട് ഹോസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും അവിടേക്ക് പോകുമ്പോഴുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ സിറ്റി പാലസ്, അതേപോലെ താജ് ഹോട്ടൽ, അതേപോലെ ലീല പാലസ്, അങ്ങനെ കുറേ നല്ല നല്ല രസമുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഒട്ടും ബോറടിച്ചില്ല എന്ന് തന്നെ പറയാം. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പോകുമ്പോഴൊക്കെ. അങ്ങനെ ഇതാ ഒരുപാട് ദൂരം കവർ ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ടൈം എടുത്തത് ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ഐലൻഡിലത്തെ കാഴ്ചകളും കൂടെ കാണാം കേട്ടോ ഈ വീഡിയോയിൽ. അങ്ങനെ നമ്മൾ ഈ ഐലൻഡ് എത്തുമ്പോൾ തന്നെ ആക്ച്വലി ഒരു 6 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി പിന്നെ ആ ഒരു വ്യൂ ഒക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഈ ഒരു പാലസിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതേപോലെ ഒരു എന്താ പറയുക ഡൈനിങ് ഏരിയ ഉണ്ട്, പിന്നെ നമുക്ക് ഹോട്ടൽസ്, സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽസ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു രാജകുടുംബമാണല്ലോ ഇതിൻ്റെ ഫുൾ ഒരു അതോറിറ്റി, അപ്പം ഇത് ലീസിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അതേപോലെ നമുക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടും ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളതൊക്കെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആക്ച്വലി ഇത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ ഒരു ഉദയ്പൂർ വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഉദയ്പൂർ ആക്ച്വലി ഒരു വണ്ടർഫുൾ പ്ലേസ് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ അല്ല നമ്മുടെ ഇന്ത്യനെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഉദയ്പൂരിൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഡിയേഴ്സ്. ടേക്ക് കെയർ. ലവ് യു.